ഇനി അടുത്തത് ആയിട്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മീറ്റർ പൈപ്പിലായിരിക്കും നമ്മുടെ ആ പ്ലാറ്റ്ഫോം കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കണക്ട് ചെയ്യുന്ന 3 പോയിൻറ്റ്സിലാണ് നമ്മൾ ഈ പൈപ്പും ആ ഡെക്കുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ആ 3 പോയിൻറ്റ്സിൽ പൈപ്പിൻ്റെ അകത്ത് 3 അല്ലെങ്കിൽ 4 ഇഞ്ച് തിക്കായിട്ടുള്ള സ്റ്റൈറോഫോം, അതായത് തെർമോക്കോളിൻ്റെ ഡിസ്കുകൾ വെച്ച് കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിരിക്കും. ഈ പൈപ്പ് ഇങ്ങനെ ഞെങ്ങിക്കൊടുക്കുകയൊന്നുമില്ല. പിന്നെ ഓപ്ഷൻ ബി എന്ന് പറയുന്നത്, ഇതിനകത്ത് നിറച്ച് വേണമെങ്കിൽ ലിക്വിഡ് തെർമോക്കോളുണ്ട്, അത് നിറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നിറഞ്ഞ് കിട്ടും. അങ്ങനെ ചെയ്യുവാണെങ്കിൽ പിന്നെ അത് ഓൾമോസ്റ്റ് അൺസിങ്കബിളായി. ഈ പൈപ്പൊന്ന് പൊട്ടിയാലും വെള്ളം കയറി താണു പോകുന്നു. അപ്പോൾ ഇങ്ങനെ 2 വിധത്തിൽ ചെയ്യാം. നമ്മളേതായാലും ചെയ്യാൻ പോകുന്ന ഈ ഡിസ്ക് പരിപാടിയാണ്. അപ്പോൾ അതൊന്ന് നോക്കിക്കളാം. ഇത്രയും സാധനങ്ങളും ടൂൾസുമാണ് ഞാൻ ഈ ഡിസ്ക് ഉണ്ടാക്കി പൈപ്പിനകത്ത് കയറ്റി വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഒരു പട്ടികയുടെ 2 മീറ്ററിൽ കൂടുതൽ നീളമുള്ള ഒരു പട്ടികയുടെ അറ്റത്ത് ഒരു മൾട്ടിവുഡിൻ്റെ റൗണ്ട് പീസ് വെച്ചൊരു സാധനം, ഒരു ജസ്റ്റ് ഒന്ന് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചാൽ മതി. അത് വെച്ചിട്ട് നമുക്ക് തള്ളി ആ ഡിസ്കുകൾ പൈപ്പിനകത്ത് കയറ്റി വെക്കാൻ എളുപ്പമുണ്ട്. പിന്നെ വേണ്ടത് റീസൈക്കിൾ ചെയ്ത അല്ലെങ്കിൽ മേടിച്ച തെർമോക്കോൾ ഷീറ്റുകൾ, പിന്നെ തെർമോക്കോൾ ഷീറ്റ് കട്ട് ചെയ്യാനായിട്ട് അടുക്കളയിൽ ഉപയോഗിക്കുന്ന നല്ല നീളമുള്ളൊരു ഷാർപ്പ് കത്തി, പിന്നെ ഒരു മാർക്കർ, ഒരു മാസ്കിംഗ് ടേപ്പ്, ഒരു മെഷറിംഗ് ടേപ്പ്, പിന്നെ ഫെവിക്കോളിൻ്റെ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മറൈൻ വൈറ്റ് ഗ്ലൂ, പിന്നെ നമ്മുടെ 8 ഇഞ്ചിൻ്റെ PVC പൈപ്പിൻ്റെ കഷ്ണം, ആ 8 ഇഞ്ച് ഡിസ്ക് വരയ്ക്കാനായിട്ട്.